മുമ്പ് കുറെ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അതൊന്ന് സഹചരീകരിച്ചോട്ടെ. എന്താ മുതലാളി? സന്തോഷേ, ഒരു 1000 രൂപ കൊടുത്തേ. നീ പോയി നല്ല എല്ലില്ലാത്ത ഒരു 10 കിലോ ആട്ടിറച്ചി പൊടിച്ചിട്ടു. ഇതുപോലെ എല്ലും തോലും ഉള്ളതല്ല. അപ്പോഴേക്ക് പിടങ്ങിയോ? എടാ, നീയൊക്കെ വഴിപഴിച്ചു പോകുന്നത് കാണാൻ വിഷമമുണ്ടായിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നേ. ഓട്ടോ ബാലകൃഷ്ണ, അറിയാതെ ഞാനൊന്ന് പൊട്ടിച്ചു പോയി. പറ, അതിന് പരിഹാരമായിട്ട് നിനക്ക് എന്താ വേണ്ടത്? ഷർട്ട് വേണോ, മുണ്ട് വേണോ, പാന്റ് വേണോ, കൂളിംഗ് ഗ്ലാസ് വേണോ? പറ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്നാ ഒരു ഉപകാരം ചെയ്തു തന്നാ മതി. എനിക്ക് വേണ്ടി ഈ എഴുത്ത് ആ പോലീസുകാരന്റെ മോളുടെ കയ്യില് ചേട്ടൻ ഒന്നും പോയി കൊടുക്കാമോ? പടക്കം കൊണ്ട് പറഞ്ഞേക്കോളെ പേടിക്കാനൊന്നുമില്ല. കാലത്ത് ഒരു നമ്പർ ഇറക്കി, അങ്ങനെ സാധനം ഒപ്പിച്ചെടുത്തതാ. അത്രേ ഉള്ളൂ. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ? മുതലാളി പറഞ്ഞ് 10 കിലോ മട്ടൻ വാങ്ങാൻ. എങ്കി വണ്ടി വിട്ടോ, ഞാനും വരാ. പോട്ടെ, അങ്ങനെ വേം വിട്ടോളിയാ. എന്താ? ഒന്നുമില്ലടാ, മുണ്ടടിച്ചതാടാ. വിട്ടോ, വണ്ടി വിട്ടോ. എന്റെ അള്ള, അങ്ങനെ പോട്ടെ, അങ്ങനെ വേം വിട്ടു വയ്ക്കോ. എന്തൊക്കെയുണ്ട് മാർക്കറ്റ് വിശേഷങ്ങള്? എടാ രാമാനെ, വെട്ടുകാരൻ നാട്ടിൽ പോയിരിക്കുക. നാളെ പോലെ 5 ദിവസത്തേക്ക് വെട്ടാൻ നീ നിൽക്കുവോ? ആ പണി നിർത്തിയാണ് നിൽക്ക. രക്തം കണ്ട ഇപ്പൊ എനിക്ക് തലയിട്ടു. ഒരു 10 കിലോ നല്ല ഇളയെ നോക്കിയെടുത്തോ. ഏളയിലും പിഷാരയുടെ ഒന്നുമില്ല. നല്ല മട്ടൻ വേണമെങ്കിൽ നീ വാങ്ങിക്കോ. അല്ല, ഇക്ക ഇതിനു മുമ്പ് ലേഡി ഡോക്ടർ ആയിരുന്ന? ഏയ്, വെട്ട് കണ്ടിട്ട് ചോദിച്ചതാ. കാശ് കാണാനില്ല. ഈശ്വരൻ ചേട്ടന് 1000 രൂപ വന്ന ഇപ്പൊ 300 ഉള്ളു. 300 കൂടി ഉണ്ടല്ലേ? വഴിയിലെങ്ങനെ കാണും. കാതർക്കോ, എടുത്തു വെച്ചോട്ടാ. ഞാൻ ഇപ്പൊ വരാം. മോളെ എവിടെയെങ്കിലും നോക്കാം. ദൈവമേ, എവിടെ കാണാനുള്ളത്? മുതലാളിയോട് പറഞ്ഞ ആ നിമിഷം എനിക്ക് മയ്യപ്പെട്ട് ഉറപ്പാ. അതാലോചിച്ച് നീ വിഷമിക്കണ്ട. നിനക്കുള്ള മയ്യപ്പെട്ടി ഞാൻ ശരിയാക്കി തരാം. തലയിൽ തീ വീണപ്പോ അവന്റെ ഒരു തമാശ. എന്റെ അമ്മോ, എടാ ഇറച്ചി പിടിക്കാൻ വന്നിട്ടോട് കഥ പറഞ്ഞിരിക്കുക. ആ പിശകൻ പിശാച്ച അവിടെ കയറി ഓടിച്ചു തുടങ്ങി. വേഗം ഇറച്ചി കൊണ്ട് ചെല്ല്. കാശ് കളഞ്ഞു പോയി ഗോവിന്ദ. 1000 രൂപ കളഞ്ഞു അല്ലേ? ആ പിശാചൻ നിന്ന് കൊല്ലും, അത് ഉറപ്പാ. 300 രൂപ പോക്കറ്റിലുണ്ട്. 700 രൂപയും പോയി. മുതലാളി അറിഞ്ഞ എന്നെ വെട്ടി മുട്ട ഫ്രൈ ഉണ്ടാക്കും. എടാ, ചെങ്ങന തന്നെ കണ്ണാടി വേണ്ട. നിന്നെ ഞാൻ സഹായിക്കാം. അളിയാ, നീ ആ 300 എന്നിട്ട് നിനക്ക് 10 ഇറച്ചി വേണം, അത്രയല്ലേ ഉള്ളൂ. നീ ആ 300 ബാക്കി എന്റെ പരിചയമുള്ള സേതക്കട കടന്ന് കടം പറയാം. നീ ധൈര്യമായിട്ടിരിക്ക്. നല്ല ബെസ്റ്റ് ഹോട്ടൽ ഞാൻ കൊണ്ടുവരാം. പോരെ? പോട്ടെ? ഇല്ല, വരട്ടെ. പട്ടി നിന്നെ മട്ടനാക്കി തരാം. മനുഷ്യനോട്ട് ഓടിക്കില്ലേ പട്ടി. അനങ്കരുതല്ലേ പറഞ്ഞേ? പോയി നിന്നെ വിളിക്കുന്നത് ഈ മാളവും നിന്റെ കൈകളാ. വെറും 10 കിലോ മതി. ഭാഗ്യം ഇറച്ചി കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. 7 5 12 10 കിലോ വാങ്ങാനല്ലേ പറഞ്ഞത്? അത് പിന്നെ തൂക്കം നോക്കി പിടിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അരിയാട്ടോട് ഒരു ആർഡർ കിടന്ന എന്താ കാര്യം? പഞ്ഞിക്കടയിൽ പട്ടിക്ക് എന്താ കാര്യമെന്ന്? പട്ടിയുടെ കാര്യം അറിയാ ഞാനിവിടെ നിൽക്കുന്നത്. ഇവന് പരിചയമുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിത്തതാ. നല്ല സൂപ്പർ A1 മട്ടനാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ നീ വട്ടം വാങ്ങിയാ മതിയടാ.
മുതലാളി സമ്മതിച്ചാൽ ചിലപ്പോ 12 കിലോ, ചിലപ്പോ 14 കിലോ കൊണ്ടുവന്നിരിക്കും. കിട്ടുമെന്നനുസരിക്കും തൂക്കം. അതാണ് ഈ മാള ഗോവിന്ദൻ. പിന്നെ ചില ദിവസം 9 ആയിരിക്കും. 12ഉം 14ഉം ഒക്കെ കിട്ടിയിട്ട് ഒരു ദിവസം 9 ആയാലും സാരമില്ല. കണ്ടോടെ ആമ്പിള്ളേര്. മുതലാളിക്ക് ബിസിനസ് കൊണ്ട് ദോഷമൊന്നുമില്ലെങ്കിൽ ഈ ബിസിനസ് സ്ഥിരമായി ഞാൻ തന്നെ ചെയ്തോളാം. ആഹാ, ഇവിടെ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാ ശരിയാവൂല. പോലീസ് സ്റ്റേഷനിലേക്ക് 10 പ്ലേറ്റ് മട്ടൻ ഫ്രൈയും 15 പ്ലേറ്റ് കറിയും 1 മണിക്ക് മുമ്പ് എത്തിക്കാനുള്ളതാ. ആ ശരിയാ, പെട്ടെന്ന് അടുത്തേക്കേറ്റ്. ഒന്ന് വേഗം അവിടെ ബോർഡ് തൂക്കാൻ സമയായി. നല്ല ബെസ്റ്റ് മട്ടൻ, ഒരു പ്രത്യേക ടേസ്റ്റ്. ഒരു പ്ലേറ്റ് അടിച്ചിട്ട് തന്നെ കാര്യം. ബ്രൂണി, ബ്രൂണി. എന്താ ഡാഡി? മോനെ, എന്താ? നമ്മുടെ ബ്രൂണി ചങ്ങലയും പൊട്ടിച്ചോടി. എങ്ങോട്ട്? അറിയില്ല, ഡാഡി പോയി നോക്കിട്ട് വരാം. ഊണ് റെഡി, ഊണല്ല റെഡി, നല്ല അസല അടി റെഡി. ബീഫ് ഉണ്ടോ? അയ്യോ ബീഫില്ല, നല്ല മട്ടൻ ചാപ്സ് എടുക്കട്ടെ. ആ എടുത്തു. ആ ഇവിടെ ഒരു മട്ടൻ ചാപ്പ്, ഒരു മട്ടൻ കറി, ഇവിടെ ചോറ്. ഇവിടെ ഒരു മട്ടൻ ചാറ്റ്, കുറച്ച് ചോറ്. ചോറ്. ചിക്കൻ ഇല്ല, മട്ടൻ ഫ്രൈ. മട്ടൻ ഫ്രൈ എന്താ? ഇല്ല ഇല്ല ഇല്ല. അരഷ, ഇന്നത്തെ ഇറച്ചി ഉഗ്രൻ, ഒരു പ്രത്യേക രുചിയാ. നീ ചെന്നൊരു പ്ലേറ്റ് അടിക്ക്, ഞാനിവിടെ ഇരിക്കാം. വരട്ടെ ഏട്ടാ, അല്പം കൂടെ വിശന്നോട്ടെ. അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി നല്ല വിശാലമായിട്ട് കഴിക്കാമല്ലോ. ഓ മിടുക്കൻ. പാചകത്തിൽ രാജപ്പനെ വെല്ലാൻ വേറെ ആരുമില്ല. ഇറച്ചി തിളച്ചു തുടങ്ങിയപ്പോഴേ ഒരു മണം. ആണോ? ആ. അവിടെ സാമ്പാർ ഓ, ഓരേ കാത്തിരക്ഷിക്കണേ. അവിടെ ഒരു 4 പ്ലേറ്റ് എക്സ്ട്രാ 2 ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെ 3. ഇവിടെ 1. കടയിൽ ഇറച്ചി തൂക്കി പോയി ചോദിച്ചിട്ടെ ആരും വാങ്ങിക്കാൻ വന്നില്ല. 1000 രൂപ എടുത്ത മനുഷ്യ. ഇറച്ചി ഇവിടെ എപ്പോഴും എത്തിക്കഴിഞ്ഞു. എത്തിയെന്നാ? അതെ, ഇവിടെ ആൾക്കാരുടെ വയറ്റിലും ആയി കഴിഞ്ഞു ഇല്ലേ ഏട്ടാ? എന്റെ കടയിൽ നിന്ന് ആരും ഇറച്ചി വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറച്ചി ഇവിടുന്ന ആ നിൽക്കുന്നവരാ സാർ. എന്റെ പട്ടി എവിടാ? നീ എങ്ങനെ പട്ടി പിടിച്ചോണ്ടാ? ആരാ പട്ടി പിടിച്ചത്? നീയാണോ റാസ്കൽ? എവിടാ എന്റെ പട്ടി? ഒരേ പറഞ്ഞോളാം. എന്താ ഇത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാലേ ഒരു പുല്ലുമില്ല. സൂക്ഷിച്ച് സംസാരിക്കാം. ഇല്ലെങ്കിൽ അതെ, മാന്യന്മാരെ അപമാനിക്കരുത്. ഒരു മാന്യൻ പട്ടിയെക്കൊന്ന് കറിയാക്കിയിട്ട് അനാവശ്യം പറയരുത്. പട്ടി ഇറച്ചി വിളമ്പാൻ മാത്രം പട്ടിയല്ല ഞങ്ങളുടെ ഈശ്വരൻ ചേട്ടൻ. ഇറച്ചിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് സ്ഥലം SI വീണ്ടും 2 പ്ലേറ്റ് റോസ്റ്റിന് കൂടെ ഓർഡർ ചെയ്തിരിക്കും. അറിയോ? സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇവരോട് ചോദിച്ചു നോക്കണു. എന്റെ പട്ടിയെ പിടിച്ചിട്ടേക്കൊന്ന് അത് വെച്ചിട്ട് എന്നാ വിട്ടോ ഈശ്വരൻ ചേട്ടാ. ഇത് വെച്ചോ, ആരും കാണില്ല. ഞാനാകും. നടന്നോട്ടെ, വെടിക്കെട്ട് ഭംഗിയോടെ നടന്നോട്ടെ. ഞാൻ പോവാ. എന്റെ അമ്മോ, തൃശ്ശൂർ പോലുണ്ടാവില്ല ഇത്ര പേര് ആൾക്കാര്. സിസ്റ്റർ, ആ 108 കിടന്ന പേഷ്യന്റിനെ കാണാനില്ലല്ലോ. നോക്കാം ഡോക്ടർ. ആ പീറ്ററെ, എന്താ പനിയായി വന്ന 108 പേഷ്യന്റ് എവിടെ? എന്റെ സിസ്റ്ററെ, ആ പേഷ്യന്റ് 105 ഡിഗ്രി പനിയാണ്. എന്തൊരു ചൂടെന്നോ. അതുകൊണ്ട് ഞാനൊരു പണി ചെയ്തു. ആ 110 കിടന്ന കുളിരുള്ള സരോജത്തിന്റെ കൂടെ അയാളെ കൊണ്ടുപോയി കിടത്തി. അയാളുടെ ചൂടും മാറും, സരോജത്തിന്റെ കുളിരും മാറും. ആഹാ, അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? ഇത് സർക്കാർ ആശുപത്രിയാ. ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. വരട്ടെ സിസ്റ്റർ.
സിസ്റ്ററേ, ഇന്ന് വെളുത്തേ കാലോടിഞ്ഞിരിക്കുക, ഇടത്തേ കാലോടിഞ്ഞില്ല. പെണ്ണുങ്ങളും ഈ പരിസരത്തുണ്ടോ? നിന്റെ രണ്ട് കാലിൽ ഞാൻ തല്ലിയോടിച്ച് തരാവടാ. അവന്റെ വായി കുറച്ച് പൊട്ടാസ സൈനൈഡ് ഒഴിച്ചു കൊടുക്കും സിസ്റ്ററെ. അല്ല ബാലകൃഷ്ണൻ എവിടെ? ബാലകൃഷ്ണൻ നിന്നെ പോലെയൊന്നുമല്ല, അവനൊരു പെരും കള്ളനാ. അടി തുടങ്ങിയ ഉടനെ അവൻ മുങ്ങുന്നേ ഞാൻ കണ്ടു. നാണം ഉണ്ടോടാ അതിലൊക്കെ അടിയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് കിടക്കാൻ. അവനെ കണ്ടു പഠിക്ക്. അവന് കക്കാനും അറിയാം, നിക്കാനും അറിയാം. ഓ എന്തു പറ്റും ബാലകൃഷ്ണ? നീ ആദ്യം ഓടി രക്ഷപ്പെട്ടതല്ലേ? അതെ ചേട്ടാ, നിമിഷ നേരം കൊണ്ട് ഞാൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മുങ്ങി ആദ്യം കണ്ട വീടിന്റെ മതിലെടുത്ത് ചാടി. ഭാഗ്യവാൻ. എന്നിട്ട് നേരെ ചെന്ന് വീണത് ഒരു കിണറ്റിനകത്താണ്. അവിടെ നിന്നും വല്ല നിലയിലും വലിഞ്ഞു കയറി ചെന്നത് ഒരു മുട്ടൻ പട്ടിയുടെ മുമ്പില്. അവൻ എന്നെ കടിച്ച് കീറി. കണ്ടോ? നമ്മൾ വിളിച്ച പട്ടിയുടെ ഇരയായിരിക്കില്ലേ? പട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ വീടിനകത്തേക്ക് ഓടി കയറി. അതിനകത്തേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കൊടുത്തയച്ച പട്ടിയിറച്ചി കഴിച്ച SIയുടെ വീടായിരുന്നു അത്. ഒരു മയമില്ലാത്ത രീതിയിൽ അങ്ങനെ പെരുമാറി. അവസാനം ഒരു കള്ളം പറഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടത്. ബാലകൃഷ്ണ, അല്ലെങ്കിലും നാക്കെടുത്ത് വളച്ചാ നീ കള്ളമല്ലേ പറയൂ. നീ ഇപ്പൊ എന്ത് കള്ളവാടാ പറഞ്ഞത്? SI സാറിന് ആ ഇറച്ചി കൊടുക്കരുതേ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും സാറിന് ആ ഇറച്ചി കൊടുത്തേ പറ്റൂ എന്ന് വാശി പിടിച്ചത് ഈശ്വരൻ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞു. അതേതായാലും നന്നായി. എന്നാലും ബാലകൃഷ്ണ നീ ചുമ്മാ പറഞ്ഞതല്ലേ ഏട്ടാ. അങ്ങനെ കൂടെ നിൽക്കുന്നവരെ ഒറ്റ കൊടുക്കുന്നവനാണോ ഈ ബാലകൃഷ്ണൻ? ആ സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് മുഴുവൻ അടിയും ഞാൻ തന്നെ വാങ്ങിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ ഈശ്വരൻ ചേട്ടൻ വിഷമിക്കരുത്. ഇതിനേക്കാൾ ഇനി എന്ത് വിഷമിക്കാനാ? എന്താടാ? കോർപ്പറേഷൻകാര് നമ്മുടെ ഹോട്ടൽ സീൽ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനത് പ്രതീക്ഷിച്ചു. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. ഈശ്വരക്കുറിപ്പാരാ? ഞാനാ. ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് വരികയാ. നിങ്ങളുടെ ഹോട്ടൽ സീൽ ചെയ്യാൻ തീരുമാനിച്ചു. ഇതാ ഓർഡർ. ഇവിടെ ഒരു ഒപ്പിടണം. അയ്യോ, മുതലാളിക്ക് അവസ്ഥ കിടന്ന് ഒപ്പിടാൻ പറ്റില്ല. അതുകൊണ്ട് വിരലട നടത്ത മസാരമാജി. ഈ നടു റോട്ടിലിരുന്ന് വെയിൽ കൊള്ളാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 4 ഇഷ്ട. എന്തൊട്ടിന് അടുത്ത പരിപാടി? ബാലകൃഷ്ണ, നീ എന്തൊട്ടൊന്നും ഉണ്ടായിരിക്കണേ? എന്തെങ്കിലും പറയാൻ തോന്നണ്ടേ? തലക്കകത്ത് വല്ലവും വരണമെങ്കിലേ വയറ്റിനകത്തേക്ക് എന്തെങ്കിലും ചെല്ലണം. പെരട്ടുകയും പിശുക്കത്തരവും ഒക്കെ കാണിക്കുമായിരുന്നെങ്കിലും ഈശ്വരൻ ചേട്ടന്റെ ചായക്കട ഉണ്ടായിരുന്നപ്പോ നമ്മൾ ആരും വിശ പറഞ്ഞിരുന്നില്ല. ശരിയാ, നമുക്ക് ഈശ്വരൻ ചേട്ടൻ തന്നെ ശരണം. ഹോട്ടൽ എങ്ങനെയാണ് തുറക്കണമെന്ന് നമുക്ക് അങ്ങേരോട് പറയാം. ഇനി ഹോട്ടൽ തുറക്കുന്ന പ്രശ്നമില്ലെന്നല്ല അങ്ങേര് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഹോട്ടൽ റീഓപ്പൺ ചെയ്ത് നല്ല ഒന്നാം തരം കോഴിയിറച്ചിയും ആട്ടിറച്ചിയും വിളമ്പി കൊടുത്താലും പട്ടിയിറച്ചി എന്നല്ലേ ആൾക്കാർ പറയും. എന്തൊക്കെ പറഞ്ഞാലും ആ പട്ടിയിറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാക്കം വെച്ച് ചുമ്മാ ഇരിക്കെ. ആ ബാബു സിറിൽ അവന്റെ മിമിക്രി ട്രൂപ്പ് കൊടുക്കാൻ പോണെന്ന് കേട്ടു. അവനെ കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് കുറെ നാളായിട്ട് എന്നോട് പറയുന്നു. നമുക്കത് ഏറ്റെടുത്ത് നടത്തിയാലോ? ഐഡിയ. ഒന്നുമില്ലെങ്കിലും കുറെ നാൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ മട്ടപരിപാടി കളിച്ച് നടന്നതല്ലേ? അതിനെ കാശ് വേണ്ടേ? റിഹേഴ്സൽ, ഭക്ഷണം, പരസ്യം. കാശ് മുടക്കാൻ ആരാ ഉള്ളത്? കാരണം വല്ലവരുടെയും കയ്യിലുണ്ടോ? ഈശ്വരൻ മുതലാളി കൊരങ്ങിയത്തെ കുറവനെ പോലെ ഇരിക്കല്ലേ. വട്ടച്ചെലവിനുള്ള കാശ് തടയുമെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞ അങ്ങേര് സമ്മതിക്കാതിരിക്കില്ല. എന്നാ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അങ്ങേര് സമ്മതിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അങ്ങേരെ മിമിക്രി പഠിപ്പിച്ചു തുടങ്ങാം. സമ്മതിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഇവിടെ വന്നിരിക്കാം. അത്രേ ഉള്ളൂ. വാ. എങ്ങോട്ടെങ്കിലും പോയിക്കോ. അങ്ങനെ പറയരുത് ചേട്ടാ. ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ ചേട്ടന് അറിയാവുന്നതല്ലേ. ആത്മഹത്യയുടെ വക്കിലെത്തി എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു ജോലി തന്നത് ചേട്ടനാണ്. ചേട്ടന്റെ ആശ്വാസ വാക്കുകളാണ് പ്രയാസങ്ങളൊക്കെ മറക്കാൻ എന്നെ സഹായിച്ചത്. ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നത് മനസ്സിൽ തട്ടിയാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. പക്ഷേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം ചേട്ടൻ ചോദിക്കരുത്. പാടാ. ബാലകൃഷ്ണ, നിങ്ങളൊക്കെ ഇല്ലാതെ ഞാൻ എങ്ങനെയാടാ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നത്? സ്വന്തക്കാരും ബന്ധുക്കാരുമായി എനിക്ക് ആരുമില്ലെന്ന് നിനക്കറിയാലോ. സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. നിങ്ങൾക്ക് വേണ്ടി മിമിക്രി ട്രൂപ്പല്ല, സർക്കസ് കമ്പനി വരെ ഞാൻ തുടങ്ങാൻ ഞാൻ തയ്യാറാടാ. ചേട്ടാ,
ഇനി ഞങ്ങൾ വാക്കിരുന്നു ചേട്ടാ, ഞങ്ങളുടെ ആരുടെയും ഭാഗത്തു നിന്നും ഒരു ഭാഗപ്പടയും ഉണ്ടാവില്ല. ഈ മിമിക്രി ട്രൂപ്പ് ഞങ്ങളൊരു ഗംഭീര വിജയമാക്കും. അത് ഉറപ്പാ മുതലാളി. മാത്രല്ല ഒരു പരിപാടിക്ക് നമുക്ക് 500 ഊണിന്റെ കാശിലും കിട്ടും. അത്രയും കിട്ടുന്നോണ്ട് വിരോധമില്ലല്ലോ. പിന്നെ ഉണ്ണാനും ഉറങ്ങാനും പോലും സമയം കിട്ടില്ല മുതലാളി. അത്രയ്ക്ക് ബിസിയായിരിക്കും നമ്മളെല്ലാം. എന്റെ കയ്യിൽ ഇനിയും പുതിയ ചില നമ്പറുകളൊക്കെ ഉണ്ട്. നിന്റെ ഒറ്റ നമ്പറിൽ തന്നെ എന്റെ നടുവ് തീർത്ത് നടക്കാൻ മേലാതായി. ഓടിറങ്ങി. അയ്യോ സാറേ, അയ്യോ, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ ചേട്ടാ, ഞാനാണ് നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നത്. എനിക്ക് വല്ല മുഖം പോലും കാണണ്ട. അങ്ങനെ പറയരുത് ചേട്ടാ. ഇനി പട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ലെന്ന് അവൻ പ്രതിജ്ഞ എടുത്തിരിക്കുക. അതാണ് ചേട്ടന്റെ മുഖത്തും അവൻ നോക്കാത്തത്. ആ